യൂറോപ്യരെ കുതിരമാംസം തീറ്റിക്കുന്നതാര്? പട്ടികയുണ്ടാക്കി കൊല്ലുന്ന അമേരിക്കയ്ക്കെതിരെ കുരുന്നുകളുടെ പ്രതിഷേധം. Someday it may happen that a conflict we must start. I've got a little list. അണ്വായുധ പരീക്ഷണം നടത്തുക ഇന്നത്തെ കാലത്ത് വളരെ സാഹസികമായ ഒരു കാര്യമാണ്. ഇന്ത്യ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ഉപരോധം, ഉടനെ തന്നെ പാകിസ്ഥാന്റെ വക മറുപടി പരീക്ഷണം. കഴിഞ്ഞയാഴ്ച വടക്കൻ കൊറിയ അണുപരീക്ഷണം നടത്തി. ഒരുപക്ഷെ ലോകത്ത് പരസ്യമായി ഏറ്റവും അധികം അണ്വായുധ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമായിരിക്കും വടക്കൻ കൊറിയ. രഹസ്യമായി നടത്തുന്ന രാജ്യങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും തന്നെ മുൻപന്തിയിൽ. കാര്യം അതൊന്നുമല്ല. അമേരിക്ക ഇപ്പോൾ രാഷ്ട്രീയമായും സൈനികമായും എത്ര ദുർബലമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കൊറിയയുടെ ആണവ പരീക്ഷണം. കൊറിയയുടെ ആണവശക്തിയല്ല, അമേരിക്കയുടെ രാഷ്ട്രീയ ദൗർബല്യങ്ങളാണ് ഇതിലൂടെ വ്യക്തമായത്. ആണവ പരീക്ഷണം നടത്തുമെന്ന് ഉത്തര കൊറിയ മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 5-ന് ലോകമെങ്ങും ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. ഒരു കൊറിയൻ യുവാവ് സ്വപ്നം കാണുന്നതാണ് ദൃശ്യം. കൊറിയയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആണവ മിസൈൽ വാഷിംഗ്ടണിൽ പതിക്കുന്നതാണ് സ്വപ്നത്തിലെ രംഗം. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി 12-ന് തങ്ങൾ ആണവ പരീക്ഷണം നടത്തിയതായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചു. ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള ലോകരാഷ്ട്രങ്ങൾ പരീക്ഷണത്തെ അപലപിച്ചു. Was a clear violation of United Nations Security Council resolutions and North Korea's own commitments under the six-party talks. The regime's actions are undermining regional security. That there is another set of choices that could be made. And if they want to end their isolation, if they want to meet the needs of their people, if they want to have a different relationship with the international community, that there's a path for that. And it starts with implementing their obligations. And in the face of that open door, which our president has reiterated not too long ago, instead the DPRK has just chosen one provocative action after another. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് പങ്കിട്ടെടുത്ത രണ്ട് കൊറിയകളും ശീതസമരകാലത്ത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു. ഉത്തര കൊറിയ കമ്മ്യൂണിസത്തിന്റെയും ദക്ഷിണ കൊറിയ മുതലാളിത്തത്തിന്റെയും. ഉത്തര കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടിയുടെ തലവനാണ് രാഷ്ട്രത്തലവനെങ്കിലും കുടുംബാധിപത്യമാണ് പാർട്ടിയിൽ. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ അധീനതയിലായ വടക്കൻ കൊറിയയിൽ പിന്നീട് തദ്ദേശീയമായ എന്നാൽ സോവിയറ്റ് ചായ്വുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിതമായി. വിപ്ലവത്തിലൂടെയോ തിരഞ്ഞെടുപ്പിലൂടെയോ അല്ലാതെ സ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ആദ്യ പ്രസിഡന്റ് കിം ഇൽ സുങ് 70കളിൽ മാർക്സിസം ലെനിനിസം കൈവിടിഞ്ഞ് ജൂ ചെ എന്ന പേരിലുള്ള കൊറിയൻ ദേശീയവാദ പ്രത്യയശാസ്ത്രം സ്വീകരിച്ചു. കിം ഇൽ സുങ് 1994-ൽ അന്തരിച്ചതോടെ അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഇൽ അധികാരമേറ്റു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഉത്തര കൊറിയ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിനായി പ്ലൂട്ടോണിയം റിയാക്ടറുകൾ സ്ഥാപിച്ചു. അമേരിക്കയുടെ സാമന്ത രാജ്യമെന്ന് പറയാവുന്ന തെക്കൻ കൊറിയയുടെ സുരക്ഷിതത്വം മുൻനിർത്തി ഉത്തര കൊറിയയ്ക്ക് മേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇത് 80കളിൽ കടുത്ത ക്ഷാമത്തിലേക്കും 2.5 ലക്ഷത്തോളം പേരുടെ പട്ടിണി മരണത്തിലേക്കും നയിച്ചു. 2006-ലും 2009-ലുമാണ് ഇതിനു മുമ്പ് ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉത്തര കൊറിയയുടെ പരീക്ഷണങ്ങൾ കൂട്ടസംഹാരശേഷിയുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാണെങ്കിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ചെയ്ത പോലെ അധിനിവേശത്തിന് അമേരിക്ക ഒരിക്കലും മുതിർന്നിട്ടില്ല. സമാധാനപരമായ ആവശ്യങ്ങൾക്കെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഇറാനെ വേട്ടയാടുന്ന പോലെ ഉത്തര കൊറിയയെ ഒരിക്കലും വേട്ടയാടിയിട്ടുമില്ല. ഇറാന്റെ നയതന്ത്രപരമായിട്ട് ഇറാന്റെ സ്ഥാനം നോർത്ത് കൊറിയയ്ക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിനുള്ള അതുപോലെ ഒരു നമ്മള് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനം നോക്കിയാൽ പോലും ഇറാൻ നയതന്ത്രപരമായി വളരെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ ഒറ്റപ്പെടുത്തലിനെയോ ഭീഷണിയെയോ ഉത്തര കൊറിയ ഭയപ്പെടുന്നില്ല. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റ് കിം ജോങ് ഉൻ പിതാവിനേക്കാൾ ഇക്കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ കുറെ കൂടെ സാങ്ഷൻസ് നടപ്പാക്കാം, പക്ഷേ നോർത്ത് കൊറിയയ്ക്ക് അതിനെപ്പറ്റി പേടിയില്ല. കാരണം ചൈന അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും
ഓയിൽ ഫ്യൂവലിന്റെ കാര്യത്തിലും യാതൊരു കാരണവശാലും ഞങ്ങൾ ഇപ്പൊ തരുന്നതിലും ഒരു കുറവ് വരുത്താൻ പോകുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു ധൈര്യമുണ്ട്. ആ 2 മേഖലകളിലും ചൈനയുടെ സഹായം തുടരുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയും മറ്റു രാജ്യങ്ങളും വേറെ ചില കാര്യങ്ങളിലൊക്കെ കുറച്ചാലും അവർക്ക് പിടിച്ചു നിൽക്കാമെന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ട്, ആ ആത്മധൈര്യം അവർക്കുണ്ട്. അപ്പൊ അതുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ചൈനയോട് അറിയിച്ചിരിക്കുന്നത് ഈ വർഷം തന്നെ 2 പരീക്ഷണങ്ങൾ കൂടി നടത്താൻ അവർക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ നടത്തിയേക്കും. പുതിയ ഒബാമ ഭരണകൂടം വിദേശ നയത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇസ്രായേൽ കേന്ദ്രീകൃതമാണ് അമേരിക്കയുടെ വിദേശ നയം എന്ന് കൂടുതൽ തെളിയിക്കുന്നതാണ് ഉത്തര കൊറിയയോടുള്ള അമേരിക്കൻ സമീപനം. ഇസ്രായേലിന് ഭീഷണിയാവാത്തിടത്തോളം കൂട്ട നശീകരണായുധങ്ങളോ ആണവായുധങ്ങളോ പോകട്ടെ, അമേരിക്കയെ നേർക്കുനേരെ വെല്ലുവിളിച്ചാൽ പോലും അവർ വാ തുറക്കില്ല. എത്ര മാന്യവും പക്വവുമാണ് അമേരിക്കയുടെ പ്രതികരണമെന്ന് നോക്കുക. ലോക ചട്ടമ്പി എന്ന ചീത്തപ്പേര് കളയാൻ അമേരിക്ക ശ്രമം തുടങ്ങുകയാണോ? കൊറിയയുടെ ആണവ പരീക്ഷണത്തെക്കുറിച്ച് ഗ്ലോബൽ മലയാളി എന്തു പറയുന്നു എന്ന് നോക്കാം. ന്യൂക്ലിയർ വെപ്പൺസ് ആക്ച്വലി നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് ഡേഞ്ചറസ് ആണ്. പക്ഷെ ഇതിന്റെ രാജാക്കന്മാരെന്ന് പറയുന്നത് ശരിക്കും US ഇസ്രയേലും ആണല്ലോ. അവരെന്താ ചെയ്യുന്ന തരത്തിൽ ഇതിന്റെ ഈ ആയുധങ്ങളുടെ മേലെ അടയിക്കുമല്ലേ. അപ്പൊ മറ്റു രാഷ്ട്രങ്ങള് അത് ശ്രമിക്കുമ്പോൾ അവര് ഭീഷണി മുഴക്കത്തെന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. നോർത്ത് കൊറിയ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കണതിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയിലൊക്കെ ചൈനയുടെയിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടല്ലോ. അപ്പോൾ അവരെ വെപ്പൺസ് നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നോർത്ത് കൊറിയയുടെ വെപ്പൺസ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കരുതെന്ന് അവർക്ക് ആവശ്യപ്പെടാം നശിപ്പിച്ചതിന് ശേഷം. പക്ഷെ അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ മറ്റവരുണ്ടാക്കരുതെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക സംഭവങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം ലോകത്തെ അറിയിക്കാം വേൾഡ് വിത്ത് അസിലൂടെ. ലോക വാർത്തകളെ പിന്തുടരുന്ന പ്രേക്ഷകർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. വേൾഡ് വിത്ത് അസ് @mediaonetv.in. വേൾഡ് വിത്ത് അസിൽ ഒരു ചെറിയ ഇടവേള. സ്റ്റേ ട്യൂൺഡ്. ചരിത്രം ആവർത്തിക്കുന്നു. ടിപ്പു സുൽത്താൻ. മീഡിയ വൺ. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേരുവരുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വിവരങ്ങൾ നേരത്തെ അറിയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രാപ്തിയുണ്ടോ? എങ്കിൽ ന്യൂസ് വൺ ടീമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. പരിചയസമ്പന്നർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. വിശദമായ ബയോഡേറ്റ സഹിതം എഴുതും. HR@mediaonetv.in.
അരുമ എന്നൊക്കെ പറയും നമ്മൾ. അത് ശരിയാക്കും എന്ന് പറഞ്ഞല്ലോ, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം തന്നെ. ഇതാണ് മാഷ പ്രശ്നം. കുട്ടികൾ ഇനി ചോദിച്ചാൽ ആരെയെ പേടിയെന്ന് ചോദിച്ചാൽ ഫൈസൽ മാഷ എന്ന് പറയുന്നത് അതാ. അലിയാരെ കല്ലിയാണ് പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ. കുറ്റം പറയാൻ ആകെ ചരണത്തിലൊരു വെള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ വെള്ളി കിണ്ണം വിതറിയില്ല, ഒരൊറ്റ വെള്ളിയിൽ നിർത്തി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഇൻ അസോസിയേഷൻ വിത്ത് കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. യൂറോപ്പുകാർ കുറെ നാളുകളായി മാട്ടിറച്ചി എന്ന് കരുതി കഴിച്ചു പോകുന്നത് കുതിരയിറച്ചിയാണത്രേ. ബ്രിട്ടനിൽ ടെസ്കോ എന്ന വൻകിട റീറ്റെയിൽ കമ്പനി വിതരണം ചെയ്ത ബർഗറിൽ കുതിരയിറച്ചിയുടെ അംശം കണ്ടെത്തിയതോടെയാണ് ചതി വെളിച്ചത്തായത്. പരിശോധനയിൽ പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കുതിരയിറച്ചി ബ്രിട്ടനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും മാട്ടിറച്ചി എന്ന പേരിൽ വിറ്റുകൊണ്ടിരിക്കുന്നതിൽ നല്ലൊരു പങ്കും കുതിരയിറച്ചിയാണെന്നാണ് ഒടുവിലത്തെ വിവരം. യൂറോപോളിനെ സമീപിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. വലിയ ഗൂഢാലോചന ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായാണ് അവർ സംശയിക്കുന്നത്. ബ്രിട്ടനിലെ മുതിർന്നവരിൽ 3 പേരും റെഡിമെയ്ഡായി ലഭിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഇറച്ചി പാടെ ഉപേക്ഷിച്ചത് 7% പേർ. സൺഡേ മിറർ, ദ ഇൻഡിപെൻഡൻസ് എന്നീ പത്രങ്ങൾ നടത്തിയ സർവേ ഫലമാണിത്. മാട്ടിറച്ചി എന്ന പേരിൽ കുതിരയിറച്ചിയാണ് തങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതെന്ന അറിവാണ് ഇവരെ ഈ വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. I don't buy any more processed foods, any pies or anything like that, unless if I can see what the meat really looks like, then I'll buy that. I am very disappointed. First of all, the health and safety inspectors are not doing their job, just definitely. And the next thing, all people, we don't know what we are eating. So we are going to end up where? At the UCH maybe? Who knows? Very concerning. Independent research for Retail Week found that 45% of consumers would not purchase meat from the supermarkets affected by this. That number may rise from this if British products. എളുപ്പത്തിലും കുറഞ്ഞ വിലയിലും വാങ്ങി കഴിക്കാമായിരുന്ന ബർഗർ ഇനി മറന്നുകളയാൻ യൂറോപ്പിലെ ജനങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ടെസ്കോയുടെ വിതരണ ശൃംഖലകളിലൂടെ വിറ്റിരുന്ന ബർഗറിൽ മാടിൻ്റേതല്ലാത്ത ഇറച്ചിയുടെ DNA അംശം കണ്ടെത്തിയത് കഴിഞ്ഞ നവംബറിലാണ്. പരിശോധന യാദൃച്ഛികമായിരുന്നോ, എന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. വിപണിയിൽ ലഭിക്കുന്ന ഇറച്ചി ആഹാരത്തിൽ 29% കുതിരയിറച്ചിയുടെ അംശമാണെന്ന് വിശദ പരിശോധനയിൽ വ്യക്തമായി. ജനുവരിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരണവും വന്നു. പിന്നെ ഇതിൻ്റെ ഉറവിടത്തെ ചൊല്ലിയായി തർക്കം. സംശയം ഹോളണ്ടിലേക്കും സ്പെയിനിലേക്കും നീണ്ടു. പിന്നീടത് പോളണ്ടെന്നായി. ഇതുവരെ കൃത്യമായ നിഗമനത്തിലെത്താൻ ബ്രിട്ടന്റെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. Between BSE and this is criminal behaviour, and it's just misleading customers. And unfortunately, it's dragged a lot of people into the argument, but it shouldn't have happened. BSE was an unfortunate circumstance which affected a small percentage of cattle, but this is major food retailers that are selling 100% horse meat at that time. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതു വസ്തുവിലും പരിശോധന നടത്താൻ അതീവ ജാഗ്രത പുലർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? വളരെ കർശനമായ പരിശോധന ഈ രാജ്യങ്ങൾ നടത്താറുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ കർശന മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കാറുമുണ്ട്. അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. വീഴ്ച പറ്റിയാൽ വൻ പിഴ ചുമത്താനും മറ്റു നടപടികൾ എടുക്കാനും മടിക്കാറില്ല. പേരുകേട്ട ഓഡിറ്റിംഗ് ഏജൻസികളുടെ വിലയിരുത്തലിന് വിധേയമാകുന്നവരാണ് തങ്ങളെന്ന് വീമ്പ് പറയുന്നവരുമാണ് ഈ കമ്പനികൾ. ആരും അറിയാതെയാണ് ഇതൊക്കെ നടന്നതെന്ന് കരുതാൻ ന്യായമില്ലാത്തത് അതുകൊണ്ടാണ്. It is absolutely shocking that we actually have found this practice going on within the UK. This is the first incident. We will be following it up with the full rigour of the investigative powers invested in the... All those countries through which this meat product has passed, of course, they are under suspicion. By the countries, I mean the companies in those countries which dealt with this meat product. So it would be very unfair to point the finger at any particular
country. Let the investigation proceed, and then all the necessary actions will be taken. And I think that one of the main items. അപ്പോൾ പിന്നെ സംഭവിച്ചത് എന്തായിരിക്കും? വില കുറച്ച് വിൽക്കാൻ മറ്റു ജീവികളുടെ കൊഴുപ്പുപയോഗിക്കുന്ന രീതി നേരത്തെ തന്നെ നിലവിലുണ്ട്. പന്നിയിറച്ചിയിൽ നിന്നുണ്ടാക്കുന്ന കൊഴുപ്പാണ് സാധാരണ ഇതിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നതിൽ വേറെയും കാര്യമുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തോടെ ജനങ്ങൾ ചെലവ് നിയന്ത്രിക്കാൻ തുടങ്ങി. ഭക്ഷണകാര്യത്തിലും അത് പ്രകടമായി. വാങ്ങൽ കുറഞ്ഞാൽ പിന്നെ വൻകിട കമ്പനികൾ എന്തു ചെയ്യും? കൂടുതൽ ആകർഷകമായ ഓഫറുകൾ മുന്നോട്ട് വെക്കണം. വില കുറച്ച് ജനങ്ങളെ ആകർഷിക്കാനുള്ള മത്സരത്തിൽ ഇറച്ചി ഏതായാലും എന്ത് എന്ന് കച്ചവടക്കാർ തീരുമാനിച്ചിരിക്കും. It's not so much about safety, it is about food labelling, proper retailing, proper information, and frankly it's also about customers being let down. And that is why people are worried about it, and they're angry about it, and they're worried about it. വലിയ കള്ളക്കടത്ത് സംഘങ്ങളും വിതരണ കമ്പനികളും തമ്മിലെ ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. യൂറോപ്പിലും പുറത്തുമായി 35ഓളം രാജ്യങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും പുതിയ പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ പോലീസ് ഏജൻസിയായ യൂറോപോളിനെ സമീപിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. ഇതുവരെ ലഭിച്ച തെളിവുകൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ അങ്ങനെ പല രൂപത്തിൽ പ്രകടമാവുകയാണ്. പരസ്പരമുള്ള നോട്ടങ്ങളിലും സ്പർശങ്ങളിലും പുഞ്ചിരികളിലും സംഗീതമുണ്ടായിരുന്നൊരു കാലം. പാവപ്പെട്ടവന് ഈ ലോകത്ത് ഒരു സുരക്ഷിതത്വമില്ല. സംശയത്തിന്റെ അധികാര നോട്ടങ്ങൾ ഏത് നിമിഷവും അവനെ ഒരു ക്രിമിനൽ എന്ന് മുദ്രകുത്തും. വിവരങ്ങൾ നേരത്തെ അറിയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രാപ്തിയുണ്ടോ? എങ്കിൽ ന്യൂസ് വൺ ടീമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. പരിചയസമ്പന്നർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. വിശദമായ ബയോഡേറ്റ സഹിതം എഴുതും. hr@media1tv.in. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. രഹസ്യങ്ങളൊന്നുമില്ലെന്ന്? എനിക്ക് ഈ പെൺജയിലിനെ പറ്റി എന്തറിയാം, അവിടുത്തെ പെണ്ണുങ്ങളെ പറ്റി എന്തറിയാം? നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? 87. ഓഹോ, അതിലെ സുന്ദരികൾ എത്ര, കിഴവികൾ എത്ര? ഒരു സുന്ദരിയും 86 പടുകിഴവികളും. കള്ളിപ്പെണ്ണേ. അരുമ എന്നൊക്കെ പറയും നമ്മൾ.
റഹ്മാൻ അല്ലാ റഹീമും അല്ലാ റസാഖും നീ അല്ലാ റബ്ബു റഊഫും അത് ശരിയാക്കും എന്ന് പറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം തന്നെ. ഇതാണ് മാഷ പ്രശ്നം. കുട്ടികൾ ഇനി ചോദിച്ചാൽ ആരെയെ പേടിയെന്ന് ചോദിച്ചാൽ ഫൈസൽ മാഷ എന്ന് പറയുന്നത് അതാ. അലിയാരെ കല്ലിയാണ് പുതുമ ചൊല്ലാം മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ. കുറ്റം പറയാൻ വെച്ചാൽ ആകെ ചരണത്തിൽ ഒരു വെള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ വെള്ളി കിണ്ണം വിതറിയില്ല, ഒരൊറ്റ വെള്ളിയിൽ നിർത്തി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഇൻ അസോസിയേഷൻ വിത്ത് കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. തെരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂരിപക്ഷം ലഭിക്കുന്നതുകൊണ്ടാണെങ്കിലും മിക്ക രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ്. കോർപ്പറേറ്റുകൾക്കായുള്ള സാമ്പത്തിക നയത്തെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. കോർപ്പറേറ്റുകളിൽ നിന്ന് അർഹമായ നികുതി പിരിച്ചെടുക്കാൻ ഇത്ര ജാഗ്രത കാണിക്കുന്നവർ ജനങ്ങൾക്ക് മേൽ അന്യായ നികുതി ചുമത്താനും സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഈ ജാഗ്രത കാട്ടാറില്ല. മോസ്കോയിൽ നടക്കുന്ന G20 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ സമ്മേളന വേദിയിൽ കേട്ടത് ഇങ്ങനെയാണ്. കോട്ട് ഓഫ് ദി വീക്ക്. Now, we all want international businesses located in our countries and doing business in our countries and employing people in our countries. And certainly Britain wants to have one of the most competitive tax systems in the world. But we do want businesses to pay the taxes that we set in our countries. And that cannot be achieved by one country alone. We want to have competitive international businesses. We want businesses employing people in our countries. But we also want businesses to pay their fair share of taxes. And by acting internationally and helping with Germany and France to lead the international effort on this, what we can demonstrate to the British people is that we can be a home for international businesses, but businesses will then pay taxes in Britain. And I think that is the right balance. The economic context is now that of a globalized world where there are more investment and capital flows, and where new forms of business are developing, especially in the area of digital economy. And we must ensure that this new form of business also, just say the same thing as my colleagues, pays its fair share. And therefore we must avoid situations in which some companies use international and domestic law to be taxed nowhere or risk to be taxed everywhere. France is strongly determined to fight against tax fraud, tax avoidance and tax evasion, and we have taken domestic measures to do so. ന്യൂസ് സ്റ്റുഡിയോകളിലെ ചർച്ചകൾക്ക് എരിവും പുളിയും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ അസംബ്ലിയിലെയും പാർലമെന്റിലെയും പെരുമാറ്റവും സ്വഭാവവും ആരും ന്യൂസ് റൂമുകളിൽ പുനരാവിഷ്കരിക്കാറില്ല. പക്ഷേ ജോർജിയയിൽ 2 പാർലമെന്റ് അംഗങ്ങൾ തമ്മിൽ നടന്ന ഒരു TV ചാനൽ സംവാദത്തിനിടയിൽ ഇരുവരും തങ്ങൾ പാർലമെന്റിലല്ല എന്ന കാര്യം മറന്നുപോയി. പിന്നെ നടന്നത് ഇതാണ്.
აბა უნდა აი დათქვით ადგილი შეკრების მოვა და ცხიფრის გაგიერთიანებ და ბოლომდე გაგიჭაჭყავთ ამ გველის თავს ძალიან ხოთ პირდაპირ ეთერში ვარ ძალიან ხოთ შვიდად ძალიან ხოთ კორექტულობის ფორმაში ძალიან კარგი ბატონო სერგო არაადეკვატურად თქვენ არაადეკვატურად ადასტეთ თქვენ არც ერთი არგუმენტი არ აქვს შეგიძლიათ კარგი ღავილი წინა გადასულ დღეებს გარდა ნაკლელი არაკაც ძალიან ვთხოვთ ძალიან ვთხოვთ ბატონო ძალიან ვთხოვთ რეკლამა നിഷ്കളങ്കതയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ ചില ചോദ്യങ്ങൾ മുതിർന്നവരെ വല്ലാതെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻ ശക്തികളും ഭയക്കുന്നത് കുരുന്നുകളുടെ ചോദ്യങ്ങളെയാണ്. അമേരിക്ക കൊന്നൊടുക്കുന്ന കുരുന്നുകൾ ഒരിക്കലും നമുക്ക് മുന്നിൽ ചോദ്യമായി ഉയർത്തെഴുന്നേൽക്കാറില്ല. അവരൊരിക്കലും നൊബേലിന് നാമനിർദ്ദേശം ചെയ്യപ്പെടാറില്ല. മാധ്യമങ്ങൾ അവരെ കൊണ്ടാടാറുമില്ല. പക്ഷേ ഈ കുരുന്നുകളുടെ ചോദ്യങ്ങൾ അമേരിക്കയെ അലോസരപ്പെടുത്താതിരിക്കില്ല. ഒബാമയുടെ ഡ്രോൺ യുദ്ധസന്നാഹങ്ങളെ വിമർശിച്ച് ഈയിടെ പുറത്തിറങ്ങിയ ഒബാമിക്കോ എന്ന വീഡിയോയാണ് ഈ ആഴ്ചയിലെ ഗ്ലോബൽ ബീറ്റ്. ആസ്വദിക്കൂ. അടുത്തയാഴ്ച വീണ്ടും കാണാം. ബൈ. Someday it may happen that a conflict we must start. I've got a little list of America's detractors who might well be blown apart. And who'll certainly be miffed, There's the oil-owning foreigners whose skin is rather brown. I push a button and a drum will blow up half their town. All victims who are blown up to accomplices will call. No innocents, just terrorists will cast and fire them all. But wait, the Army's offensives to Congress I must tell, but not the CIA's. The drones will fit their swell. If the Army flies for drones, then Congress he must swear. So he'll hide the program deep inside the CIA. There's a radical insider and the others of great faith, and the pro-life activist, I've got him on the list. The whistleblower WikiLeaking into cyberspace, he can't escape my fist. I've got him on the list. The idiot who raises some objection to my plan. The Constitution guarantees due process, he'll demand, without a trial or a judge to keep the rule of law. You cannot act as jury, judge, and executioner. I'm sad to say, but little man, your theory isn't true. Due process is just this, a process that I do. And now you're on the list, cause the process that he does, that is what due process is. And that non-compliant nuisance who is just a waste of space, the nosy journalist, I've got him on the list. And the bitter people clinging to their guns and to their faith, they never would be missed. Our drones just do not miss. Those who approve my killing, moving foreigners alone, will see the state expatriate and hit them with the drone. And in the end it doesn't matter what they think is true. The drones can kill you both abroad and in the homeland too. For a nation who gives up their rights and has a monarchist may well be on the list. You're all there on the list. He has put us on the list. He has put us on the list for the tyranny we bought. We'll rule with